വീട്ടുമുറ്റത്ത് അരിമാവ് കൊണ്ട് കോലമണിഞ്ഞും അതിനു മുകളിൽ മണ്ണ് കൊണ്ടുള്ള മാത്തോര് വെച്ച് പൂജ കഴിച്ചും ഓണം ആഘോഷിച്ച് പാലക്കാട്ടെ ജനങ്ങൾ തലമുറകളായി പിന്തുടരുന്ന അനുഷ്ഠാനമാണ് പാലക്കാട്ടെ ഭവനങ്ങളിൽ ഇപ്പോഴും ഓണത്തിന് അതിൻ്റെ തനിമ ചോരാതെ ആചരിക്കുന്നത്. അരുൺ ആലത്തൂരിൻ്റെ റിപ്പോർട്ട് കാണാം. പാലക്കാട്ടെ ഓണാഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് പാലക്കാട്ടെ ഓരോ ഭവനങ്ങളിലും ഇത്തവണയും ഓണം ആഘോഷിക്കുന്നത്. വീട്ടുമുറ്റങ്ങളിൽ മാവ് കൊണ്ട് കോലം വരച്ച് ആ കോലത്തിന് നടുവിൽ മണ്ണുകൊണ്ടുള്ള അലങ്കരിച്ച മാതോരു വെച്ച് 3 നേരം പൂജ കഴിക്കുന്നതാണ് പാലക്കാട് ഓണാഘോഷങ്ങളിലെ പ്രധാന ചടങ്ങ്. മണ്ണ് കൊണ്ടുവന്ന് മാവേലി ഉണ്ടാക്കി അരിമാവ് കൊണ്ട് കോലം വരച്ച് ഞങ്ങൾ തലമുറകളായിട്ട് ചെയ്യുന്നതാണ്. മണ്ണ് കൊണ്ട് ഉണ്ടാക്കുകയാണ്. അത് കുട്ടികളുടെയും കൂടി പഠിപ്പിക്കണം വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് കർക്കിടക 1 മുതൽ തന്നെ വീടുകളിൽ പൂവിട്ട് തുടങ്ങും. ആ കർക്കിടക മാസം തൊട്ടാണ് ഓണാഘോഷത്തിന് വരവേറ്റുകൊണ്ട് എല്ലാ വീടുകളിലും ചെയ്യാറ്. പാലക്കാടിൻ്റെ പ്രത്യേകിച്ച് ഈ കിഴക്കൻ മേഖല ഉത്രാടത്തിന് തലേ ദിവസം മണ്ണുകൊണ്ട് മാതോര് ഉണ്ടാക്കിയിട്ട് ഉത്രാടം ദിവസം കാലത്ത് ഈ മാതോര് അണിയിക്കുകയൊക്കെ ചെയ്ത് മാവ് കൊണ്ട് തന്നെ അണിയിക്കും. അണിയിച്ചതിന് ശേഷം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ട് വീട്ടിലെ മുതിർന്ന ആരാണ് കാരണന്മാരോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരാണെന്ന് പറഞ്ഞാൽ അവർ പൂജ കഴിച്ച് 3 നേരം ഇതിന് പൂജ കഴിക്കണം. കാലത്ത്, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 നേരങ്ങളിൽ പൂജ കഴിച്ച് അവിട്ടം ദിവസം അല്ലെങ്കിൽ ചതയം, അതായത് വാവ് വരുന്നതിന് കണക്കാക്കിയിട്ടാണ് നമ്മളിത് എടുക്കുക. വാവ് ചിലപ്പോൾ അവിട്ടം ദിവസമാണെങ്കിൽ അതിന് മുമ്പ് എടുക്കും, അല്ലെങ്കിൽ അവിട്ടം കഴിഞ്ഞിട്ടാണെങ്കിൽ അവിട്ടത്തിന് എടുക്കും. അങ്ങനെയാണ് ഈ കിഴക്കൻ മേഖലയിൽ കൂടുതലും ആഘോഷിച്ച് വരുന്നത്. പ്രത്യേകിച്ച് ഇതിന് ബ്രഹ്മ, വിഷ്ണു, മഹാദേവൻ ഈ 3 സങ്കല്പത്തെ കണക്കാക്കിയിട്ടാണ് നമ്മൾ 3 മാതോര് വെക്കുന്നത്. അതാണ് ഈ ഓണത്തിനെ കുറിച്ച് ഈ പാലക്കാടും പല്ലശ്ശേനയിലും കൂടുതൽ ചെയ്തു വരുന്ന ഒരു ആഘോഷം. മാതോര് വെച്ച് പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളം ഒരുക്കുകയാണിപ്പോൾ. മാതോരും പൂക്കളവുമൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ അടുത്തതായുള്ളത് വിഭവസമൃദ്ധമായ സദ്യയും പാട്ടും കളികളുമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പാലക്കാട്ടെ ഓണവിശേഷങ്ങൾ. ഒരു വയലിനിസ്റ്റ് കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്കൊരു നല്ല പാട്ടും കേട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ആർപ്പോ